പ്രിയപ്പെട്ടവരെ, പാമ്പ് കടിയേറ്റ് മരിച്ച പ്രിയ ബാലന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഒരു മാസം കൂടി ഉഷ്ണകാലമാണ്. അതിശൈത്യം വരുന്നതിന് മുമ്പ് അതിഉഷ്ണം കടന്ന് പോകുവാനുള്ള ഒരു പ്രവണതയിലേക്ക് പ്രകൃതി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ ഇഴജന്തുക്കളാണ്. ഇഴജന്തുക്കൾ സാധാരണ വീടുകളിലേക്ക് അവരുടെ മാളങ്ങളിൽ നിന്ന്, കാടുകളിൽ നിന്ന്, പൊന്തക്കാടുകളിൽ നിന്നൊക്കെ വരുമ്പോൾ നമ്മൾ വളരെയേറെ ജാഗ്രത പാലിക്കണം. നമ്മൾ ചൂട് കാരണം തുറസായ സ്ഥലങ്ങളിൽ നമ്മൾ കിടന്ന് ഉറങ്ങുന്ന ഒരു പ്രവണതയുണ്ട്. അത് ഒഴിവാക്കണം. ഹാളിലോ മറ്റ് പ്രതലം നേരെയുള്ള പ്രതലത്തിലോ നമ്മൾ ഒരിക്കലും കിടക്കാൻ പാടില്ല. കിടക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു വിഷയം എന്തെന്ന് പറഞ്ഞാൽ ഈ ഇഴജന്തുക്കൾ ഇഴഞ്ഞ് നമുക്കൊപ്പം വന്ന് കിടക്കും. നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അത് കടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കും. രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ആനിമൽസ്, അതിൽ പൂച്ച ഇനത്തിൽപ്പെട്ട മൃഗങ്ങൾ ഇവർ പുറത്തിറങ്ങുകയും അതോടൊപ്പം ഈ ഇഴജന്തുക്കളെ കടിച്ച് പിടിച്ച് ആ വീട്ടിനുള്ളിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അവരിങ്ങനെ അതിനെ താലോലിച്ച് കളിച്ച് പകുതി മയക്കത്തിലാവുന്ന ഇഴജന്തുക്കളെ ഇവർ കൊണ്ടുവന്നിട്ട് നമ്മൾ കിടക്കുന്ന ബെഡിനോട് ചേർന്ന് ഇട്ടിട്ട് അവർ കിടന്നുറങ്ങും. ഈ നല്ല ഉറക്കമാകുമ്പോൾ നമ്മൾ തിരിഞ്ഞോ മറിഞ്ഞോ കിടക്കുകയും അവയുടെ പുറത്തേക്ക് ചരിയുകയും ചെയ്യുമ്പോൾ അവ കടിക്കും. ഇത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ നമ്മൾ ഇതുപോലെ രാത്രി കാലങ്ങളിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് കിടക്കുക. അപ്പോൾ ഇഴജന്തുക്കളിൽ ആർക്കെങ്കിലും അതിഉഷ്ണം കടന്നു പോകുന്ന സമയങ്ങളായതുകൊണ്ട് അവ എന്തു ചെയ്യും? കുടിക്കുവാനുള്ള വെള്ളം അതുപോലുള്ള എന്തെങ്കിലും ആവശ്യമാണെന്നുണ്ടെങ്കിൽ അവരെ കുടിച്ചിട്ട് അതുവഴിയും പോയിക്കോളും. ഈ ഇഴജന്തുക്കളായിക്കോട്ടെ അല്ലാത്ത മൃഗങ്ങളായിക്കോട്ടെ. അപ്പോൾ അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിച്ച് വേണം ഈ കാലഘട്ടങ്ങളെയെല്ലാം നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് കടന്നു പോകേണ്ടത്. അതിനാൽ നിങ്ങളേവരും വളരെ ശ്രദ്ധയോടെ ജാഗ്രതയോടെ മുന്നോട്ട് പോകണം. അഥവാ പാമ്പ് കടിയേറ്റാൽ ഭയപ്പെടാതെ, ഭയം ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിലൂടെ, ഞരമ്പിലൂടെ, രക്തത്തിലൂടെ ഈ പാമ്പിൻ്റെ വിഷം വളരെ ഫാസ്റ്റായി നമ്മുടെ നെർവുകളെ, നാഡീഞരമ്പുകളെ സ്തംഭിപ്പിക്കുന്ന തരത്തിലേക്ക് വളരെ ഫാസ്റ്റായി തലച്ചോറിലേക്ക് കടക്കുകയും ശരീരത്തിൻ്റെ നാഡീഞരമ്പുകളെ തകർച്ചയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അതിനാൽ വളരെയേറെ ജാഗ്രതയോടെ, ടെൻഷൻ അടിക്കാതെ, ഏത് മൃഗം കടിച്ചാലും ശരി, അത് മുഴുവൻ കാര്യങ്ങളിലും കോമണായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഏത് മൃഗമായിക്കോട്ടെ. അതിനോടൊപ്പം ഈ ഇഴജന്തുക്കളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന പോയിൻ്റെന്ന് പറഞ്ഞാൽ ഭയം വരാതെ നമ്മൾ ആ ഒരു സാഹചര്യത്തെ മുന്നോട്ട് കൊണ്ടുപോയേ മതിയാവും. അതുപോലെ ആൻറ്റിവെനം കിട്ടുന്ന ആശുപത്രികളുടെ ലിസ്റ്റ് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക. തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലെ സംവിധാനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരു അത്യാപത്ത് നമുക്കോ പരിസരത്തുള്ളവർക്കോ വന്നാൽ നമ്മൾ ആ ആശുപത്രിയെ അറിയിക്കുവാൻ അവിടുത്തെ നമ്പർ കരുതിയിരിക്കുക. കാരണം ഈ വരുന്ന ഒരു മാസം കൂടി വളരെ ക്രിട്ടിക്കലായിട്ടുള്ള മാസമാണ്. ആ മാസത്തിൽ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമെന്ന് കരുതുന്നു. അതോടൊപ്പം ഈ മെസ്സേജ് വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോകുന്നു എന്നുള്ള ഈ മെസ്സേജ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യുക. വളരെ ശ്രദ്ധയോടെ ജീവിക്കേണ്ട ഒരു മാസം. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. അതുപോലെ തന്നെ പക്ഷി മൃഗാദികൾക്ക് വേണ്ടി വീടിന് മുകളിലോ വീടിൻ്റെ പരിസരങ്ങളിലോ ഒരല്പം വെള്ളം, ഒരല്പം ഭക്ഷണം ഒക്കെ കരുതുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഉഷ്ണകാലമാണ്. പുകവലിക്കുന്നവരുണ്ടെങ്കിൽ പരമാവധി ഈ സമയങ്ങളിൽ പുകവലിക്കാതിരിക്കുക. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. അതുപോലെ തന്നെ മദ്യപാനമൊക്കെ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പ്രിയപ്പെട്ടവരായിട്ടുള്ള നമ്മളെ സെയിം പ്രായത്തിലുള്ള ഒരുപാട് പേര് കഴിഞ്ഞ കാലങ്ങളിൽ കാർഡിയാക് അറസ്റ്റ് മൂലം മരണപ്പെടുകയുണ്ടായി. അതെല്ലാം മദ്യപാനത്തിൻ്റെയും പുകവലിയുടെയും കാരണമായിട്ട് വരുന്നു. നിങ്ങളിതെല്ലാം മാറ്റി കൂടുതൽ കാലം പ്രകൃതിയെ ആസ്വദിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം പറയുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് സഹായിക്കുക. നന്ദി.